പ്രമേഹ പ്രതിരോധ സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുത്തുന്ന ഡിടെക് സമ്മേളനത്തിന് കൊച്ചിയിൽ തുടക്കമായി. കൊച്ചി ക്രൗൺ പ്ലാസ ഹോട്ടലിലാണ് തുടക്കമായത്. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 500-ലേറെ ആരോഗ്യ പ്രവർത്തകരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പ്രായഭേദമന്യേ പ്രമേഹബാധിതരുടെ എണ്ണം കുതിച്ചുയരുകയാണ്. മരുന്നുകൾ ധാരാളമുണ്ടെങ്കിലും പ്രമേഹത്തെ പ്രതിരോധിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ അത്ര പരിചിതമല്ല. പ്രമേഹ പ്രതിരോധ സാങ്കേതിക വിദ്യകളെ ആരോഗ്യ പ്രവർത്തകർക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിടെക് സംഘടിപ്പിക്കുന്നത് എന്ന് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് പറഞ്ഞു. അമേരിക്കയിൽ നിന്ന്, ജർമ്മനിയിൽ നിന്ന്, UK-യിൽ നിന്ന്, ഓസ്ട്രിയ, അങ്ങനെ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ഇവരെല്ലാം ആഗോളതലത്തിൽ ഈ ഡയബറ്റീസ് ടെക്നോളജീസിലെ വിദഗ്ധരാണ്. അപ്പോൾ നമുക്ക് ആ വിദഗ്ധരുടെ ഒരു നേരിട്ടുള്ള ഇവിടുത്തെ ഒരു പരിശീലനം ഇതിൽ പങ്കെടുക്കുന്ന ഡോക്ടേഴ്സിനും അതുപോലെ പ്രമേഹ ചികിത്സയിൽ പങ്കാളികളാകുന്നവർക്കും കിട്ടുകയാണ്. അപ്പോൾ അത് വലിയൊരു വ്യത്യാസം നമ്മളിലുണ്ടാക്കും. ലോകപ്രശസ്തരായ 10ഓളം അന്തർദേശീയ പ്രഭാഷകർ ചർച്ചകളുടെ ഭാഗമാകും. ഇന്ത്യയിലെ പ്രമേഹ ചികിത്സയിൽ പുതുസംസ്കാരം വളർത്താൻ ഡിടെക് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രമേഹ പ്രതിരോധ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്ന സ്റ്റോളുകളും ഒരുക്കിയിട്ടുണ്ട്. സമ്മേളനം നാളെ അവസാനിക്കും. 24 കൊച്ചി. ഒരു രാജ്യാന്തര സമ്മേളനമാണ്. സമ്മേളനം പരമാവധി നമ്മുടെ ഡോക്ടേഴ്സ് പ്രയോജനപ്പെടുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.